നമ്മുടെ മാരേജ് ഡേ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾ അത്രയും നേരം പിടിച്ചു വെച്ച സങ്കടമൊക്കെ ദപ്പ പൊട്ടിക്കുകയാണ്. പക്ഷേ ഞങ്ങളെന്തായാലും ഓളെ സോപ്പിട്ട് ഓളെ കരച്ചിലൊക്കെ മാറ്റിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് ആമിനൻ്റെ നിക്കാഹിലേക്ക് കടക്കാം. വായോ. അപ്പോൾ ഗൈസ് ഞങ്ങളെല്ലാവരും ഇതാ ആമിനേൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മൾ ആമിനേൻ്റെ റൂമിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ചായയൊക്കെ റെഡി ആയത്. അപ്പോൾ അവിടുത്തെ കടികൾ പറഞ്ഞ സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ കുറേ കാലമായി ഇതൊക്കെ കഴിച്ചിട്ട്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരെ കൂടെ ഞാൻ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ കിട്ടുക. ഇതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇനി ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിച്ചു വരുന്നവർക്ക് ഏതാ ഷെയ്ഡ് ഏതാ പറ. നിഷന്റെ ഷെയ്ഡാ. നിഷ ഏതാ ഷെയ്ഡ് ഏതാ പറ. ആ ഇതെങ്ങനെയാ നിങ്ങൾക്ക് മൊമ്മൂന്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായോ ഗൈസ്? എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ്? ഇത് എങ്ങനെയാണ്? സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്താണോ? ആ ഗ്ലേസിങ് കണ്ടറിയാം. എന്താ വടായില്ലേ. പിന്നെ ഇവരൊക്കെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടതിനെ കൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും നേരത്തെ എത്തിയതിനെ കൊണ്ട് ഒരുപാട് ഫൺ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ബിഷാരിയും സാരിയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി എല്ലാവരും അടിപൊളി കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഇനി ആമിനാക്ക റെഡി ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ അവളെന്തായാലും കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ വരാൻ ഏകദേശമൊക്കെ ടൈം ആകുമ്പോഴേക്കും അവൾ റെഡി ആവാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ എന്തായാലും ഇടും. ഇതാണ് എന്റെ ചിക്കൻ. നാണുണ്ടോ ആമിന്റെ മുഖത്ത്? അങ്ങനെ പുതിയാപ്പിള ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പുതിയാപ്പിളനെ കണ്ടിട്ടുണ്ടല്ലോ. ഇനി പുതിയാപ്പിളനെ നമുക്ക് നേരിട്ട് കാണാം. അപ്പം അപ്പോഴേക്കും നമ്മൾ പുതിയെണ്ണൊന്ന് പോയിട്ട് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ ആമിനതാ നമ്മളെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഞങ്ങള് മേക്കപ്പ് ചെയ്തിട്ട് അടിക്കേ. അങ്ങനെ ആമീന ഓളെ റൂം അടിച്ച് നമ്മളെ പുറത്താക്കി. ഇനിയിപ്പോൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് അവളെ കാണാം കേട്ടോ. അപ്പോഴേക്കും ഇതാ ഫാമി എത്തിയിട്ടുണ്ട്. ഫാമി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം നമ്മൾ ഓളെ സിറ്റ് ഔട്ടിലിരുന്ന് ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ്. മെയിനായിട്ട് ഈ ഇരുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാം. നമ്മൾ ഡാൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഓളെ കല്യാണത്തിന് കളിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് നേരം വന്നത്. ഡാൻസിൻ്റെ പ്രാക്ടീസിൻ്റെ ബാക്കിയൊരു ടിസ്റ്റ് ഉണ്ട്. അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓളെ മെഹർ വന്നത്. അതിന് മുന്നേ കാരക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. മെഹർ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഒരു സിമ്പിൾ ലുക്ക് ആയിട്ട്. ഇപ്പം പൊന്നിന് എന്താ വില അല്ലേ. ഇനിയിപ്പോൾ അതൊക്കെ ആയിരിക്കും ഞങ്ങളെ വർത്താനം. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കോളെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഫേസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാണ്. ഞാനിങ്ങനെ ആ വീട് ചുറ്റും ക്യാമറ കൊണ്ട് നടന്നിട്ട് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ആമിനാത്തൻ്റെ ഫാമിലി ആയാലും എല്ലാവരും നല്ല ചേച്ചിമാരാണ്. നല്ല രസം, നല്ല വൈബ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന താത്തമാരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആമിനാത്ത ഇതാ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഓക്ക് ആ കളർ നന്നായിട്ട് സൂട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറയിലാണ് കൂടുതലും ഭംഗി കാണിക്കുന്നത്. നേരിട്ട് കാണുന്നതിനേക്കാളും ക്യാമറയിൽ നല്ല രസമുള്ളതാണ്. ഇപ്പോൾ കുറേ നേരമായില്ലേ എൻ്റെ വ്ളോഗിങ് കേട്ടോണ്ടിരിക്കണേ. ഇനി നമുക്ക് മുംതാസിൻ്റെ കുറച്ച് വ്ളോഗിങ് കാണാം ഗൈസ്. ഹലോ ഗൈസ്, ഇന്നിവിടെ പല ഡിസ്കഷനിലുമാണ് ഈ ഫ്ലവർ ആര് ആമിനൊക്കെ കൊടുക്കും എന്നുള്ളതിന്റെ ഡിസ്കഷനിലാണ്. അഭിഷനെ തള്ളച്ചിന്ന് വിളിച്ചു. സബ്സ്ക്രൈബേഴ്സ് നിങ്ങളവർക്ക് പ്രതീക്ഷിച്ചിരിക്കും. നിങ്ങൾ കമന്റില്
ഡ്രെഡിന്റെ സ്റ്റെപ്പ് ഇട്. ഗൈസ് ഇങ്ങനെയുണ്ട് മുന്താസിന്റെ വ്ളോഗിങ്. അടിപൊളിയായില്ലേ? അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതാ കുറച്ച് വട്ടും പിരിയൊക്കെ തുടങ്ങി കേട്ടോ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് പാട്ട് പാടാന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിതാ പാട്ട് പാടാൻ പോവാണ് കേട്ടോ. सजना में दिल आ गया, सजना में दिल आ गया, सपना में सजना, सजना में दिल आ गया, सजना में दिल आ गया, तारी गलिया आ आ आ आ तुम्हें गलिया रे आ आ आ गलिया तमन्ना है प्यार का दीवाना है और तेरा ना है जान जो कभी कभी ना लैला लैला ऐसी हो लैला हर कोई चाहे मुझसे मिलना अकेला വർണ്ണ പരാഗങ്ങളോ കവിളികളുമായി എന്റെ നാടിന്റെ ചുടിയിൽ അങ്ങനെ ഞങ്ങളെ പാട്ട് കച്ചേരികളൊക്കെ കഴിഞ്ഞ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതേ ഒരുത്തിരുന്ന് കരയുന്നു. മാറ്റി മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായി നിന്നപ്പം മൂപ്പത്തിക്കിതാ ഓരോ ബേജാറ്. അതാ കണ്ണെന്നതാ ചെറു പറഞ്ഞ് വെള്ളം വരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിലൊക്കെ നിർത്തി കേട്ടോ. എല്ലാവരും കൂടെ പറഞ്ഞ് അങ്ങോട്ട് സെറ്റപ്പാക്കി. എന്നാലും മൂപ്പത്തിക്കൊരു ബേജാറുണ്ട്. അതെല്ലാവർക്കും ഉള്ളതാണ്. ദേ അങ്ങനെ പുതിയാപ്പിള ദാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും താഴത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. കാരണം പുതിയാപ്പിള വരുന്നൊക്കെ ഒന്ന് കാണണ്ടേ. അങ്ങനെ ഓരവിടുന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ് എങ്ങനെയുണ്ട് നമ്മളെ പുതിയാപ്പിള? സെറ്റായില്ലേ? അപ്പം നമ്മൾ ആമിനാത്തേനും കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ആമിനക്ക് സെറ്റായിട്ടുള്ള ഒരു ചെക്കൻ തന്നെയാണ് കേട്ടോ. നമ്മൾ മുന്നേ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓവറില്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആളെ. നല്ല ഡ്രസ്സ്, നല്ല കോസ്റ്റ്യൂം ഒക്കെ പറ്റിയ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറാണ്. അപ്പം പരിപാടിയിലേക്ക് എടുക്കാം. ആമിനാത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓരവിടുന്ന് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേലെ നിന്ന് അവളെ പാട്ടൊക്കെ പാടി ക്ലാപ്പൊക്കെ ചെയ്ത് അവളെ കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ ലേറ്റാവും എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരുള്ളൂ. അങ്ങനെ ആമിനാത്തൻ്റെ ഫാമിലീസൊക്കെയാണ് കേട്ടോ അത്. എല്ലാവരും മിക്സ്ഡ് ആണ്. അവിടുന്ന് വന്ന ആൾക്കാരും ഉണ്ട്, അവളെ ഫാമിലി ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ മിക്സ് ആയിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് അവളെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കാര്യമായിട്ട് ഡാൻസ് പഠിച്ചത് എന്തിനായിരുന്നു എന്നറിയാം? ഈ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല ഗൈസ്. നിങ്ങൾ ബേജാറാവണ്ട. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ആ ഡാൻസ് കാണിച്ചു തന്നിരിക്കുന്നതായിരിക്കും. അങ്ങനെ ഗൈസ് ഞങ്ങൾ മൊഞ്ചത്ത് ഇത് വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ലോക്കാവാൻ പോവുകയാണ് ഗൈസ്.
ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ഒരുപാട് വർത്താനം പറയാനുണ്ടാവും. ഇതിപ്പോൾ കണ്ണുകൊണ്ടാണല്ലോ വർത്താനം പറയുക. ഇനിയിപ്പം നമ്മളെന്തായാലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഓരായി ഉറപ്പാടായി. അങ്ങനെ ആമിനാത്തൻ്റെ മഹരെടുത്തിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് 2 താത്തമാരതാ വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഷീസ് ഗെറ്റിംഗ് മാരീഡ്. പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നൈസ് ഫോട്ടോസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തത് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ബിരിയാണി, മന്തി, ചിക്കൻ പൊരിച്ചത്, അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ് ആവാമല്ലേ. അങ്ങനെ ഫ്രൂട്ട്സും പുഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ. ഇത് പീസ് എടുക്കാൻ എപ്പടി രസമുണ്ട്. ഫുഡ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇതാ കേക്ക് കിട്ടിയിരിക്കുന്നു. കേക്കിൻ്റെ കഥ ഒന്നും പറയണ്ട. ഞങ്ങളെ കേക്ക് ഉമ്മച്ചീനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഫ്രിഡ്ജിൽ. അപ്പോൾ ഒരവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വേറെ വീട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തിരഞ്ഞു പോയി അവസാനം ഞങ്ങൾക്ക് കേക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. സ്വന്തമായിട്ട് കേക്ക് വാങ്ങുക, മുറിച്ചു കൊടുക്കുക, സ്വന്തമായിട്ട് ബാക്കി നമ്മൾ തന്നെ തിന്നാം. അങ്ങനെ ആമിനാത്താൻ്റെ കല്യാണവും കഴിഞ്ഞു. ഇനി അടുത്ത നിഷൻ്റെ പരിപാടിയാണ് കേട്ടോ. ആ പരിപാടിക്ക് നമുക്ക് എന്തായാലും കൂടണം കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളിക്കാൻ പറ്റാത്ത ഡാൻസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതാ വരുന്നുണ്ട്. അതുകൂടെ കണ്ടേച്ച് പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.